ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മുടെ വ്യക്തിഗത ജീവിതത്തിലെ വിശ്വാസം ക്ഷയിച്ചു പോകുവാൻ ഉണ്ടാകുന്ന കാരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത്. വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയിൽ നിന്നിരുന്ന പല വ്യക്തികളും ധ്യാന അനുഭവങ്ങളിലൂടെയൊക്കെ പലപ്പോഴും തീക്ഷ്ണത കൂടുതൽ വർദ്ധിക്കുന്ന പല വ്യക്തികളും ധ്യാന ശുശ്രൂഷകൾ നയിക്കുന്നവരും വചനപ്രഘോഷകരും കൗൺസിലിംഗ് ശുശ്രൂഷ ചെയ്യുന്നവരുമൊക്കെ പിൽക്കാലത്ത് തീക്ഷ്ണത നഷ്ടപ്പെട്ട് ശുശ്രൂഷിക്കാനുള്ള ഒരു ദൈവാനുഭവമൊക്കെ നഷ്ടപ്പെട്ടവരായി പലപ്പോഴും കാണാറുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് തങ്ങളുടെ ശുശ്രൂഷാ മണ്ഡലത്തിലും അതുപോലെ ജീവിതത്തിലും തിരക്കുകൾ വർദ്ധിക്കുമ്പോൾ അവരൊരു ദൈവാനുഭവമുള്ള വ്യക്തിയാണ്, ദൈവവുമായിട്ട് നല്ല ബന്ധത്തിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് പലപ്പോഴും അവരുടെ ജീവിതത്തിൽ ബൈബിൾ വായനയും പ്രാർത്ഥനയും ക്രമേണ കുറയുന്നു. അത് നമ്മൾ പോലും മനസ്സിലാക്കുകയില്ല. ഓരോരോ കാരണങ്ങളുണ്ട്, കൃത്യമായി നമ്മുടെ നിത്യജീവിതത്തിലെ കാരണങ്ങളുണ്ട്. ഒരുപക്ഷെ ജോലി ചെയ്തിട്ടുണ്ടാകുന്ന ശാരീരിക ക്ഷീണമാകാം, ജോലിയിലെ തിരക്കുകളായിരിക്കാം, പിന്നെ എല്ലാം ദൈവത്തിന് വേണ്ടിയല്ലേ ചെയ്യുന്നത്, നല്ലതല്ലേ ഞാൻ ചെയ്യുന്നത്, കുഞ്ഞുങ്ങളെ വളർത്തുമ്പോഴായാലും മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴായാലും നിത്യജീവിതത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുമ്പോഴായാലും ഒക്കെ നല്ല കാര്യങ്ങളല്ലേ നാം ചെയ്യുന്നത്. തീർച്ചയായിട്ടും നല്ല കാര്യങ്ങളാണ്, നമ്മൾ ചെയ്തേ മതിയാവൂ, നമ്മുടെ കടമയാണ്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നാം കുറച്ച് സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും ബൈബിൾ വായിക്കുവാൻ വേണ്ടി മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലെ ദൈവം സന്ദർശിക്കുന്ന സമയമായി നമ്മളിതിനെ കാണണം. ബൈബിളിൽ ഏദൻ തോട്ടത്തിൽ സായാഹ്നത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ആദാമിനെയും ഹവ്വായും കാണുന്നുണ്ട്. അതാണ് കുടുംബത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ദൈവം അവരുടെ കൂടെ മുഴുവൻ സമയമുണ്ടായിരുന്നു. ഏദൻ തോട്ടം എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യമുള്ള ഇടമാണ്. പർദീസ ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൽ ദൈവ സാന്നിധ്യം 100% ഉറപ്പായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല, ദേവാലയത്തിൽ പോകുമ്പോൾ മാത്രമല്ല, ദൈവം നമ്മുടെ കൂടെയുണ്ട് പരിശുദ്ധാത്മാവ് വഴി. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1:7 പറയുന്ന ഭൂമുഖം മുഴുവൻ ദൈവാത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ മുറുമുറുപ്പ് പോലും ഇവിടുന്ന് കേൾക്കുന്നു. നമ്മുടെ വാക്കും പ്രവൃത്തിയും അവൻ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ നാം ദൈവത്തെ തിരിച്ചറിയുന്ന, നാം ദൈവസാന്നിധ്യം തിരിച്ചറിയുന്ന ഒരു സമയമുണ്ടാവണം ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ. അതാണ് ഏദൻ തോട്ടത്തിലെ ദൈവത്തിൻ്റെ കാൽപ്പെരുമാറ്റം കേട്ടു എന്ന് പറയുന്നത്. ഇതുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചു മനസ്സിലാക്കുന്ന, തിരിച്ചറിയുന്ന, തിരിച്ചനുഭവിക്കുന്ന ഒരു സമയം എല്ലാ ദിവസവും നമ്മുടെ വ്യക്തിഗത ജീവിതത്തിലുണ്ടാകണം. അതിലൊന്ന് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിൽ നമുക്കറിയാം, പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് നന്ദി പറച്ചിലാണ്. ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറയുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നത് വഴി ദൈവാത്മാവിന് നമ്മളിൽ വന്ന് നമ്മെ സുഖപ്പെടുത്താനും നമ്മുടെ മുറിവുകളെ ഉണക്കാനും നമ്മളെ ഉത്തേജിപ്പിക്കുവാനും എല്ലാം ദൈവസ്നേഹം നമ്മൾ കത്തിജ്വലിക്കുവാനും നമ്മൾ അവസരം കൊടുക്കുകയാണ്. അതുകൊണ്ട് വ്യക്തിപരമായി ഒരു വ്യക്തി എന്ന നിലയിൽ പരിശുദ്ധാത്മാവായ ദൈവത്തെ നമ്മളിലേക്ക് വിളിക്കുകയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഉജ്ജ്വലിപ്പിക്കുവാൻ തക്കവണ്ണം സുവിശേഷം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കതിലുള്ള ദൈവിക പ്രചോദനങ്ങളൊക്കെ നമുക്ക് കിട്ടാനിടയായിത്തീരും. അല്ലെങ്കിൽ സുവിശേഷം ഉൾക്കൊള്ളുന്ന ദൈവവചന ശുശ്രൂഷകളും പ്രസംഗങ്ങളും ഇന്ന് ഏറെ നമുക്ക് കേൾക്കാൻ സാധിക്കും. യൂട്യൂബിലൂടെയാണെങ്കിലും ശാലോ ടെലിവിഷനിലൂടെ മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ സഭയിൽ സത്യപ്രബോധനം നടത്തുന്ന സുവിശേഷകരുടെ സുവിശേഷ പ്രഘോഷണങ്ങൾ കേട്ടുകൊണ്ട് അരമണിക്കൂറെങ്കിലും ഒരു ദിവസം കേട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഉത്തേജിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കേൾക്കാതിരിക്കുന്നത് വഴി വിശ്വാസം കേൾവിയിൽ നിന്ന്, കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പോൾ കേൾക്കാതിരിക്കുന്നത് വഴി സംഭവിക്കുന്നത് നമ്മുടെ വിശ്വാസം ക്രമേണ ചോർന്നു പോകുവാനായിട്ട് ഇടയായി തീരും. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു നല്ല വേനലുള്ള ദിവസം, അതികഠിനമായ ചൂടാണ്. നമ്മളിപ്പോൾ ഒരു സാധനം എടുത്ത് വെയിലത്തോട്ട് വെച്ചു, ഒരു ഇരുമ്പ് സാധനമാണ്, വെയിലത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് തൊടാൻ സാധിക്കുകയില്ല. എന്നാൽ സൂര്യൻ അസ്തമിച്ചു, ചൂടും വെയിലും പോയി, വൈകുന്നേരം രാത്രിയാകുമ്പോഴേക്കും നമ്മളത് തൊട്ട് നോക്കുക, തണുത്തു പോകും.
അതുപോലെ വളരെ ചൂടുണ്ടായിരുന്ന ഒരു സാധനം ചൂടിൽ നിന്ന് അകന്നു കഴിയുമ്പോൾ ക്രമേണ അത് തണുത്തു പോകും. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ആത്മാവ് തിരിച്ചറിയുന്നത് പ്രാർത്ഥനയിലൂടെയും വചനവായനയിലൂടെയാണ്. അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നതോടുകൂടി നമ്മളുടെ ആത്മീയമായ തീ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയായി തീരുമെന്ന കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കുക. അതുകൊണ്ട് വിശ്വാസ മേഖല ക്ഷയിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് പ്രാർത്ഥനയും, 2 വചനവായനയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാകുന്നു. അതുകൊണ്ട് ഇത് നഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ദിവസവും വളരെ പ്രാർത്ഥനാപൂർവം ദൈവസ്വരം കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ബൈബിൾ വായിക്കണം. 2 ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. എന്നാൽ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കുടുംബ പ്രാർത്ഥന, അങ്ങനെയുള്ള പല പ്രാർത്ഥനകളും ചെയ്യും, യാമപ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ വേണ്ടിയാണോ എന്ന് നമ്മളത് പരീക്ഷിച്ച് നോക്കണം. നമ്മുടെ ജീവിതത്തെ നമ്മൾ ശോധന ചെയ്ത് നോക്ക്. നമ്മൾ ചില കടമകൾ നമുക്കുണ്ട്, കടമ നിറവേറ്റുക എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് പ്രാർത്ഥനകൾ ഒരു ഭാരമായി മാറും. പലരുടെയും ജീവിതത്തിൽ യാമപ്രാർത്ഥനകളും അതുപോലെ കുടുംബ പ്രാർത്ഥനയും ഒരു അനുഭവം എന്നതിനേക്കാൾ കൂടുതൽ പലർക്കും ഒരു ഭാരമാണ്, വലിയൊരു ഭാരമായിട്ട് മാറിയിരിക്കുകയാണ്. അത് തീർക്കേണ്ട ഒരു ഭാരം, പല ജോലികൾ ചെയ്തു തീർക്കുന്നത് പോലെ ചെയ്തു തീർക്കേണ്ട ഒരു ജോലിയായി, ഒരു ഭാരമായി പലരുടെയും ജീവിതത്തിൽ പ്രാർത്ഥന മാറിയിട്ടുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിൽ നിന്ന് ഒരു മാറ്റം നമുക്കുണ്ടാവണമെങ്കിൽ ദൈവം ഒരനുഭവമായി നമുക്ക് മാറണം. അതുകൊണ്ട് വ്യക്തിപരമായി ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരു സമയം നമ്മുടെ കുടുംബത്തിലുണ്ടാവണം. അത് കുടുംബ പ്രാർത്ഥന ആയിക്കൊള്ളട്ടെ, വ്യക്തിപരമായ പ്രാർത്ഥന ആയിക്കൊള്ളട്ടെ. എന്തായാലും അത്തരമൊരു അനുഭവമുള്ളവർക്ക് മാത്രമേ വിശ്വാസ തീഷ്ണതയിൽ നിലനിൽക്കാൻ സാധിക്കൂ. അല്ലാത്തവർ ക്രമേണ ആത്മീയത ക്ഷയിച്ച്, ആധ്യാത്മിക ചൈതന്യം ക്ഷയിച്ച് ഒരു അന്ധകാരത്തിൻ്റെ അവസ്ഥയിലേക്ക് പോവുകയും പാപങ്ങൾ മുളയെടുക്കുകയും ഒരു ജഡീക മനുഷ്യനായി രൂപാന്തരപ്പെടുകയും ചെയ്യുവാൻ ഇടയായിത്തീരും. കാരണം ലോകം അങ്ങനെയാണ്. ലോകത്തിൽ ജീവിക്കുമ്പോൾ അവിടെ തണുത്തുറഞ്ഞ പാപ സാഹചര്യങ്ങളാണുള്ളത്. അവിടെ ചൂട് പിടിപ്പിക്കാൻ നിൽക്കുന്നത് ക്രിസ്തുവായ സൂര്യനാണ്. അതുകൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാത്തിടത്തോളം കാലം, ക്രിസ്തുവിൽ നകലുന്നിടത്തോളം കാലം ഉറപ്പായിട്ടും ആധ്യാത്മിക മേഖലയിൽ ഒരു ശുഷ്കത ഉണ്ടാകാനിടയായിത്തീരും. മറ്റൊരു കാര്യം എനിക്ക് പറയുവാനായിട്ടുള്ളത്, ചില വ്യക്തികളുടെ ജീവിതത്തിലെ നിരന്തരമായ സഹനങ്ങളും ദുരിതങ്ങളും കാണാൻ സാധിക്കും. കണ്ടിന്യൂസ് ആയിട്ടുള്ള രോഗങ്ങൾ, ചില രോഗങ്ങൾ മാറിക്കഴിയുമ്പോൾ കുട്ടികൾക്ക് രോഗം, അത് കഴിയുമ്പോൾ ആക്സിഡൻ്റ് ഉണ്ടാകും, അത് കഴിയുമ്പോഴത്തേനും അകാല മരണങ്ങൾ സംഭവിക്കുന്നു, കുടുംബത്തിൽ സ്നേഹിച്ച ചിലരുടെ വേർപാട്, സാമ്പത്തികമായ തകർച്ചകൾ, ഇങ്ങനെ നിരന്തര ദുരിതങ്ങൾ ചില വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശ്വാസിയായിരുന്നു, വിശ്വാസ തീക്ഷ്ണതയിലായിരുന്നു, അവരുടെ വിശ്വാസം പെട്ടെന്ന് താഴേക്ക് പോകാനിടയായിത്തീരും. അവർ ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഞാൻ ഇത്രയും നാളും പ്രാർത്ഥിച്ചു, ധ്യാനം കൂടി, ഞാൻ പുണ്യപ്രവൃത്തി ചെയ്തു, എന്നിട്ട് എനിക്ക് എന്തുകൊണ്ടാണ് ഇത്തരം ദുരിതങ്ങളും മാത്രം ഉണ്ടാകുന്നത് എന്ന് ചിന്തിച്ച് തങ്ങളുടെ ദുരിതങ്ങളെയും സഹനങ്ങളെയും കുറിച്ചോർത്തോർത്ത് ദുഃഖിക്കുകയും ദൈവത്തെ പഴിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ പലപ്പോഴും വിശ്വാസം ക്ഷയിക്കാനിടയായിത്തീരും. ഇങ്ങനെയുള്ള മനുഷ്യരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ആധ്യാത്മിക ജീവിതത്തിൻ്റെ, പ്രത്യേകിച്ച് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആഴവും അർത്ഥവും ഒട്ടും മനസ്സിലാക്കാത്തവരാണ്. ഞാനിങ്ങനെ വരുന്ന വ്യക്തികളോട് ചോദിക്കാറുണ്ട്, ഒത്തിരി ദുരിതങ്ങളുടെ കഥ, എന്നിട്ട് ചോദിക്കുക, എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അപ്പം ഞാൻ വേദപുസ്തകത്തിൽ ഊന്നിയിട്ട് ഞാൻ ചോദിക്കും, യേശുക്രിസ്തു ദൈവമാണ്, അവൻ മനുഷ്യനായി തീർന്നു. ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചതിൽ പാപമില്ലാതെ പാപസ്പർശനമേക്കാത്ത ഒരുത്തനാണ് യേശു. എന്തുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചു? അപ്പോൾ അവരൊന്നും മിണ്ടില്ല, അത് യേശു അല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കും, മാതാവിൻ്റെ ആധ്യാത്മികത എന്താണ്? ദൈവത്തിന് വേണ്ടി പൂർണ്ണമായൊരു ബലിയായി സമർപ്പിച്ചു. ഇതാ ദാസി, എൻ്റെ ജീവിതം ഞാൻ ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുക്കുന്നു. മാതാവിൻ്റെ ജീവിതത്തിലുണ്ടായ ദുരന്തങ്ങൾ എന്തൊക്കെയാണ്, ദുരിതങ്ങൾ എന്തൊക്കെയാണ്, സഹനങ്ങൾ എന്തൊക്കെയാണ്? സ്വന്തം മകൻ 33-ാമത്തെ വയസ്സിൽ ബലിയായി ലോകത്തിലെ ഏറ്റവും നീചമായ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളാണ്. കുറ്റം ചെയ്യാതെ ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റവാളിയായി തീർന്നയാളാണ്. ലോകത്തിൽ ഏറ്റവും നീതി ലഭിക്കാത്ത മരണം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റേതാണ്. ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെട്ട ആൾ, തൻ്റെ സ്നേഹിതനായ ശിഷ്യനിൽ നിന്ന്
ഒറ്റിക്കൊടുക്കപ്പെട്ട, അതും വളരെ തുച്ഛമായ പണത്തിന് വേണ്ടി ഒറ്റിക്കൊടുക്കപ്പെട്ട ആളാണ് ക്രിസ്തു, യേശു ക്രിസ്തു. അതുപോലെ തന്നെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാർ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അത്ര വലിയ ഉന്നതമായ ഒരു ആധ്യാത്മിക അധികാരവും സ്വർഗത്തിൻ്റെ അധികാരം തന്നെ കൈമാറാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന 12 അപ്പോസ്തലന്മാരും തൻ്റെ ഏറ്റവും നിർണായക നിമിഷത്തിൽ തന്നെ കൈവിട്ടു പോയ അത്ര വേദനാജനകമായ അനുഭവങ്ങൾ സ്വീകരിക്കേണ്ടി വന്ന ഒരാൾ. കൊച്ചുപ്രായത്തിൽ തന്നെ, ശിശുവായിരിക്കുമ്പോൾ തന്നെ ഇതാ ജീവിക്കുന്ന ദേശത്ത് ജീവിക്കാൻ പറ്റാത്ത വിധം നാടുവിടേണ്ടി വന്ന മാതാപിതാക്കന്മാർ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് പോയി എന്ന് പറയും. അപ്പോൾ എത്രമാത്രം ദുരിതങ്ങളാണ്. പ്രസവിക്കാൻ ചെന്നപ്പോൾ ഇടമില്ലാതെ, അങ്ങനെ ജന്മം മുതൽ മരണം വരെയും ദുരിതങ്ങളും മാത്രം ഏറ്റുവാങ്ങിയവനാണ് ക്രിസ്തു. ആ ക്രിസ്തുവിൻ്റെ ശിഷ്യരായി മാമോദീസ സ്വീകരിച്ച് വന്ന എനിക്ക് ഈ ലോകത്തിൽ നിന്ന് എപ്പോഴും സന്തോഷവും അതുപോലെ സമാധാനവും അതുപോലെ ആനന്ദം നിറഞ്ഞ അനുഭവങ്ങളും മാത്രം ഞാൻ പ്രതീക്ഷിക്കുമ്പോൾ എൻ്റെ പ്രതീക്ഷകൾ എത്രയോ യാഥാർത്ഥ്യമല്ലാത്ത പ്രതീക്ഷകളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ധ്യാനത്തിന് വരുന്നവർ ക്രിസ്തീയ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കണം. ഒരുപക്ഷെ ധ്യാനത്തിൻ്റെ അനുഭവങ്ങളിലേക്കൊക്കെ വരുമ്പോൾ രോഗശാന്തികൾ ഉണ്ടാകാറുണ്ട്, അത്ഭുതങ്ങൾ നടക്കാറുണ്ട്, അടയാളങ്ങളുണ്ടാകും. ഇത് സത്യത്തിൽ ഒത്തിരിയേറെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട് പറയാറുമുണ്ട്. എല്ലാം നടക്കുന്നതാണ്. പക്ഷേ ധ്യാനങ്ങളും പ്രാർത്ഥനകളും ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ മാത്രം നേടാനായിട്ടുള്ള ഒരു സ്ഥലമായി പലപ്പോഴും അതിന് വ്യാഖ്യാനിക്കപ്പെട്ടു പോകാറുണ്ട്. അതിന് പലപ്പോഴും നമ്മളുമൊക്കെ വശംവദരായി പോകേണ്ടി വരുന്നുണ്ട്. ധ്യാന ഗുരുക്കന്മാരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് മാത്രം നമ്മൾ ഇത് രോഗശാന്തി കിട്ടി, അത്ഭുതം കിട്ടി, അടയാളം കിട്ടി, പരീക്ഷയ്ക്ക് ജയിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. സഹനങ്ങളുടെ മധ്യത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചു. അത്തരം കാര്യങ്ങൾ, ഇതാണ് ക്രിസ്തീയത എന്ന് പറയുന്നത്, ഒരു സഹന ജീവിതമാണ് എന്ന സത്യം നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്, നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. എന്തിനേറെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി തിരിച്ചവർ പോലും ജീവിതത്തിലെ നിരന്തര സഹനങ്ങൾ വന്നു കഴിയുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് ഒത്തിരി പിന്നോട്ട് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് വേണ്ടതൊരു കൂട്ടായ്മ ബന്ധമാണ്. ഒരു ക്രിസ്ത്യാനിക്ക് ജീവിക്കണമെങ്കിൽ തീർച്ചയായും ഒരു കൂട്ടായ്മ ബന്ധം ആവശ്യമാണ്. ഒരു കൂട്ടായ്മയിലൂടെ മാത്രമേ നമുക്ക് ആത്മീയ ശക്തിയിൽ നിലനിൽക്കാൻ സാധിക്കൂ. സഹന വേളകളിൽ ഈ കൂട്ടായ്മകൾ പരസ്പരം ആശ്വസിപ്പിക്കുവാനും ശക്തിപ്പെടുത്തുവാനും ഒക്കെ കാരണമായി തീരാറുണ്ട്. അതുകൊണ്ട് കൂട്ടായ്മ ബന്ധങ്ങളെ നമ്മൾ വളർത്തണം. അതുപോലെ തന്നെ സഹനങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമ്മൾ വിശുദ്ധന്മാരുടെ ജീവിതവും അവരുടെ പുസ്തകങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചപ്പോൾ നല്ല ക്രൈസ്തവ ജീവിതം നയിച്ചവരെയാണ് വിശുദ്ധ ജീവന്മാരെന്ന് പറയുക. വിശുദ്ധ ജീവിതം നയിച്ചവർ വിശുദ്ധന്മാർ. ഈ വിശുദ്ധന്മാരുടെ എല്ലാം ജീവിതം എടുത്ത് പരിശോധിക്കുകയോ അവരുടെ എല്ലാവരുടെയും ജീവിതം ദുരിതപൂർണമായ ജീവിതങ്ങളാണ്. ഇനി നിങ്ങൾക്ക് വിശുദ്ധന്മാരുടെ അത്രയും അടുത്തോട്ട് പോകണ്ട. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരെ നോക്കാറില്ല. നിങ്ങൾ നോക്കുന്നത് നിങ്ങളെക്കുറിച്ച് മാത്രമാണ്. എനിക്ക് മാത്രമാണ് ഈ ദുരിതം, എനിക്ക് മാത്രമാണ് ദുരന്തം, എനിക്ക് മാത്രമാണ് പ്രയാസങ്ങൾ എന്നുള്ള നിലയിലുള്ളൊരു ചിന്ത, അതൊരു അഹന്തയിൽ നിന്ന് നമുക്കുണ്ടാകുന്ന. നമ്മൾ എന്തുകൊണ്ട് അടുത്ത് നിൽക്കുന്ന മറ്റുള്ളവരിലേക്ക് നോക്കുക, അവരെ കേൾക്കാൻ, അവരെ കാണാൻ, അവരെ അറിയാൻ ശ്രമിക്കുക. നമുക്ക് തുല്യമായ വ്യത്യസ്തമായ രീതിയിലുള്ള സഹനങ്ങൾ മറ്റുള്ളവർക്കുണ്ട്. അത് തിരിച്ചറിയാനുള്ളൊരു മനസ്സും കണ്ണും നമുക്കുണ്ടെങ്കിൽ നമ്മുടെ സഹനങ്ങളുടെ കാഠിന്യം കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരിക്കലും വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള രോഗം ബാധിച്ച് ഒരു മകളെയും കൊണ്ട് ഒരമ്മ പോകാനിടയായി. ഒരു വലിയ രോഗമാണ്. ആ രോഗം അവരെ സംബന്ധിച്ച് വലിയ രോഗമാണ്. പക്ഷേ യേശുവിനിലേക്ക് അവരെ കൊണ്ടുവരാൻ നോക്കുമ്പോഴൊന്നും അവർ യേശുവിനെ സ്വീകരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്? ആ കൊച്ചൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ബാക്കിയുള്ളവരെല്ലാം സുഖമായിട്ട് ജീവിക്കുന്നു, എന്നോട് മാത്രം എന്തിനാ കർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. എന്നാൽ വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് ഇവർ ചെന്ന് കഴിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് 10,000-കണക്കിന് വേദനാജനകമായ സംഭവങ്ങൾ. അപ്പോൾ അവർ ചിന്തിക്കാൻ തുടങ്ങി, ദൈവമേ, ഞങ്ങളുടെ കയ്യിൽ പൈസയുണ്ട് ചികിത്സ ചെയ്യാൻ, പൈസയില്ല, രോഗവുമാണ്, നോക്കാനും ആളില്ല, പോകാനും അറിയാൻ മേല, വിദ്യാഭ്യാസവും ഇല്ല, ഡോക്ടർമാരെ കാണാൻ പോലും അറിയാൻ മേല. അങ്ങനത്തെ മനുഷ്യർ, അവരുടെ മധ്യത്തിൽ ഞങ്ങളുടെ വേദനകൾ ലഘുവാകുന്നു
പലരും പറയും. അപ്പോൾ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടേണ്ട രീതിയിൽ തുറക്കപ്പെടാതെ പോയതാണ്. ക്രിസ്ത്യാനിയുടെ കണ്ണ് തുറക്കപ്പെടണം. ബൈബിൾ വായിച്ചു, പ്രാർത്ഥിച്ചു, ഒരു ആത്മീയ അനുഭവം, ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ കോരിത്തെരിക്കുന്ന അനുഭവം ഉണ്ടായി, അല്ലെങ്കിൽ കണ്ണുകളിൽ യേശുക്രിസ്തുവിൻ്റെ മുഖം ദർശിച്ചു. ഇങ്ങനെയൊക്കെയുള്ള കുറേ അനുഭവങ്ങളുടെ മാത്രം ലോകത്തിൽ ജീവിക്കുന്ന ചില ആളുകളുണ്ട്. അതൊരു ആധ്യാത്മികമായ പൂർണ്ണതയിൽ ഒരു ശരിയായ രീതിയല്ല. അതുകൊണ്ട് മാത്രം ഒരു ക്രിസ്ത്യ ജീവിതം പൂർണ്ണമാവില്ല. അങ്ങനെ ഉണ്ടായിരുന്ന വിശുദ്ധന്മാരായ ആളുകളുണ്ട്. അപ്പോൾ പറയും വിശുദ്ധന്മാരൊക്കെ അങ്ങനെയാണല്ലോ ജീവിച്ചത്. ശരിയാണ്. പക്ഷേ അവർക്ക് ആത്മീയമായ ഒത്തിരി സഹനങ്ങളുണ്ടായിട്ടുണ്ട്. വിശ്വാസം കുറഞ്ഞു പോകുന്ന പൈശാചിക പീഡകൾ, പരീക്ഷകൾ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകൾ തുടങ്ങി 100 കണക്കിന് ബുദ്ധിമുട്ടുകൾ അവർക്കും അവരുടെ വ്യക്തിഗത ജീവിതത്തിൽ അനുഭവപ്പെട്ടു എന്ന് അവരുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, നമുക്ക് ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് സഹനങ്ങളില്ലാതെ എളുപ്പ വഴിയിലൂടെ, കുറുക്ക് വഴിയിലൂടെ ആർക്കും ഒരു ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട് നിത്യജീവനിലേക്ക് കടക്കാനാവില്ല. അപ്പം നിങ്ങൾ ചോദിക്കുക, എന്നാൽ പിന്നെ വെറുതെ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പോയത് കൊണ്ടല്ലേ പ്രശ്നം? ക്രിസ്തീയ ജീവിതം തന്നെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരെ പോലെ അങ്ങ് ജീവിക്കരുതോ? സാധാരണക്കാർക്കും ഇതുപോലെ സഹനമുണ്ട്. ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർക്കും സ്വാഭാവികമായ സഹനമുണ്ട്. ഒരു ക്രൈസ്തവ ജീവിതം നയിക്കുന്ന വ്യക്തിയുടെ പ്രത്യേകത യേശു ക്രിസ്തുവിനെ പ്രതി അത് സഹിക്കാനും, അത് സഹിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ മനോഭാവത്തോടു കൂടി സഹിക്കുവാനും സാധിക്കും. എന്നാൽ ക്രിസ്തുവിനെ തിരിച്ചറിയാത്ത ഒരു മനുഷ്യന് സഹനവേദിയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അവർ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകും, മറ്റു പലതിൻ്റെയും പുറകെയും പലരാലും ചൂഷണം ചെയ്യപ്പെടും. അവസാനം കുറ്റബോധത്തിൻ്റെ അടിമകളാകും, ഭയത്തിൻ്റെ അടിമകളാകും, ഉത്കണ്ഠകളുടെ അടിമകളാകും. അങ്ങനെ സ്വയം നശിക്കാനിടയായിത്തീരും. ഒരിക്കലും ഒരാളെന്നെ കാണാൻ വന്നു. അയാളിവിടെ വന്നപ്പോൾ അയാൾ പറയുന്നു, എൻ്റെ ഒറ്റ മകളേ ഉള്ളൂ. ആ മകളെയും കൊണ്ട് ഒരാൾ പോയി, വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ പറയും, സാരയില്ല, നിങ്ങൾ ശാന്തമായിരിക്കേ, നമുക്ക് പ്രാർത്ഥിക്കാം. അയാൾ മദ്യപിച്ച് ലക്ക് കെട്ടാണ്ടിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസമുള്ള ആൾ, വലിയ സമ്പന്നൻ. പക്ഷേ അയാൾക്ക് ഞാൻ പറയുന്നു ഒന്നും സ്വീകരിക്കാൻ പറ്റുന്നില്ല. അയാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ദൈവമേ ഉള്ളൂ, അത് അയാളുടെ മകളാണ്. അത് നഷ്ടപ്പെട്ട അയാളുടെ മാനസികാവസ്ഥ വളരെ വേദനാജനകമായിരുന്നു. പിന്നീട് ഞാൻ അയാളെ കണ്ടിട്ടില്ല. അപ്പോൾ അയാളുടെ അവസ്ഥ വളരെ വേദനായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, സത്യത്തിൽ അയാളുടെ മനസ്സിൽ യേശു ഉണ്ടായിരുന്നെങ്കിൽ ആ മകളോട് ക്ഷമിക്കാനും, ക്ഷമിച്ചുകൊണ്ട് ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, ഒരുപക്ഷേ വിവാഹം കഴിച്ച് മറ്റൊരു രീതിയിൽ പോയ ആ പെൺകുട്ടി എന്നെങ്കിലും തിരിച്ചു വരുമ്പോൾ ആ കുഞ്ഞുങ്ങളെ താലോലിക്കാനും, ഒരുപക്ഷേ അയാളുടെ വിശ്വാസത്തിലേക്ക് ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് വരുവാനും അയാൾക്ക് സാധിക്കുമായിരുന്നു, ക്രിസ്തു അയാളുടെ ഹൃദയത്തിലുണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ ക്രിസ്തു ഇല്ലാത്തവർക്കും സഹനങ്ങളുണ്ട്, ക്രിസ്തു ഉള്ളവർക്കുണ്ട്. ക്രിസ്തു ഉള്ളവർക്ക് സഹനങ്ങളെ രക്ഷാകരമായ സഹനങ്ങളാക്കി, കുരിശുകളാക്കി മാറ്റാൻ സാധിക്കും. എല്ലാവർക്കും കുരിശുണ്ട്, രക്ഷാകരമായ കുരിശാക്കി മാറ്റാൻ, രക്ഷാകരമായ പീഡാസഹനങ്ങളാക്കി മാറ്റാൻ സാധിക്കും. അതാണ് വ്യത്യാസം. അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ സമസ്ത മേഖലകളെയും രക്ഷാകരമാക്കി മാറ്റുവാൻ ക്രിസ്തുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും വഴി സാധിക്കും എന്നതുകൊണ്ട് സഹനങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ യേശുവിൻ്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും കുറിച്ച് ആഴത്തിൽ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും അത് ഹൃദയത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യണം. അതിന് ദൈവം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിലൂടെ കൃപ നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. Maria.